എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങളൊരു സിനിമയ്ക്ക്. ഈ കുന്നു തന്നെ എവിടെ വെച്ചേക്കുന്നേ? അത് പാട്ട് കേൾക്കാൻ. അതല്ല, ഈ കുന്നത്തിന്റെ ആരാ ചോദിച്ചേ? ഫോൺ ചെയ്യാൻ. ആ, അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ചെയ്യാം. സിനിമയ്ക്കോ ഗിനിമയ്ക്കോ എന്തിനു വേണേലും പൊയ്ക്കോ. ആ വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വരാൻ താമസിക്കുകയാണെങ്കിലും വിളിച്ചു പറയണം. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. മതി മതി വഴക്ക് പറഞ്ഞത്. നിങ്ങൾ അകത്ത് പൊയ്ക്കോളൂ. അല്ല, നേരത്തെ എന്തൊരു പരിഭ്രമമായിരുന്നു. ഇപ്പൊ കുട്ടികൾ വന്നപ്പോ അവര് വെറുതെ വഴക്ക് പറയാ. അതെ, അച്ഛന്റെ അമ്മയുടെ സ്നേഹവും ശാസനവും ഒന്നും കിട്ടാതെ വളർന്ന കുട്ടികളാ. ഒരടുക്കും ചിട്ടയൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോസ് കൊടുത്തോണ്ടിരിക്കണം. ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞാലോ ചുമ്മാ വരട്ടിയതാ. അവര് പേടിച്ചു പോയി. ആ പേടി കാണാനൊരു രസമില്ലേ? അവരാരും ഇല്ലാത്തപ്പോ ഈ കുന്ത്രണ്ടത്തെ തുടരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പഠിച്ചതൊക്കെ ഒന്നുകൂടി തറവാക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഹേമ ചേച്ചി. പറഞ്ഞാണല്ലോ. അതെ. ആ, എന്നാ ആയിക്കോ. ആരാണ്? അതേതോ പട്ടിയാണെന്ന് തോന്നുന്നു. കോളനിയിൽ ഇപ്പൊ പട്ടികളുടെ ശല്യം ഭയങ്കര. എന്നാ അതിനെ ഇന്ന് തല്ലിക്കൊന്നിട്ട കാര്യമുള്ളൂ. ഈ കോളനിയിലെ ഏത് വീട്ടിലെ പട്ടിയാ അത്? എനിക്കറിയില്ല. ആ പട്ടിയുടെ പേരറിയാവോ? ഇല്ല. എന്നാ എനിക്കറിയാം. പ്രകാശ്. അതേന്ന് തോന്നുന്നു. അതേന്ന് തോന്നുന്നല്ല, ആണ്. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ പ്രേമ നാടകം. പാരമ്പര്യവും ആഭിജാത്യമുള്ള ഒരു ബ്രാഹ്മണ തറവാട്ടിലെ പെൺകുട്ടിയാണ് നീ. അവനോടൊക്കെ സ്വീകരിക്കാനും പ്രേമലേഖനം കൊടുക്കാനും നാണമില്ല നിനക്ക്? പഠിക്കാനെന്നും പറഞ്ഞ് രാവിലെ പൊത്തോ എടുത്തോണ്ട് ഇറങ്ങും. എന്നിട്ട് അവന്റെ കൂടെ സിനിമാ തിയേറ്ററിലും ഐസ്ക്രീം പാർലറിലും ചുറ്റി നടക്കും. ഒടുവിൽ കാര്യം കഴിയുമ്പോ അവൻ മൂടും തട്ടിപ്പോവും. പിന്നെ ജീവിത നൈരാശ്യം. എന്താ കരുതി വെച്ചിരിക്കുന്നേ? വിഷവോ കയറോ? എന്തെങ്കിലും ഒന്ന് പറയോ ഗുണദോഷിക്കുക ചെയ്താ അപ്പ കരച്ചില്ല. വിഷവും കയറും ഒന്നും കരുതി വെച്ചിട്ടില്ല. പ്രകാശൻ എന്നെ ഇഷ്ടമാ. എനിക്ക് പ്രകാശനെ. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഓഹോ, അപ്പൊ സംഗതി അവിടം വരെ എത്തിയല്ലേ? കല്യാണം കഴിക്കാൻ നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മതിയോന്ന്? നിന്റെ വീട്ടിലാർക്കെങ്കിലും ഈ കാര്യം അറിയാവോ? നിന്റെ വലിയ സുഹൃത്തുക്കളാണല്ലോ ഹേമയും സുനിലും. അവർക്കറിയാവോ? ആ, അത് പോട്ടെ. നിന്റെ വീട്ടുകാരെ എതിർത്താലോ? ഞങ്ങൾ വിളിച്ചോടും. ആഹാ, എത്ര സുന്ദരമായ കണ്ണുകൾ, എത്ര സുന്ദരമായ മൂക്ക്. കുറെ നേരമായല്ലോ ഏതൊരു പെണ്ണിന്റെ ഫോട്ടോ നോക്കി ശൃംഗരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. ഞാൻ ലൈറ്റ് അണയ്ക്കാൻ പോവാ. ആഹാ, എന്നാലും ഒന്ന് കാണണമല്ലോ. എനിക്ക് ഉറക്കം വരുന്നു സുനി. ഉറങ്ങിക്കോ മോളെ. ലൈറ്റ് അണയ്ക്കണം. പറ്റില്ല, ഞാൻ ഇവിടെ ജോലി കണ്ടൂടെ. അങ്ങനെയാണെങ്കിൽ നീ ലൈറ്റ് ഓഫ് ചെയ്ത് അടുക്കള കിടന്നു. എവിടെ കിടക്കണം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ ഇവിടെ കിടക്കാൻ പറ്റുമല്ലയോ? പറ്റില്ല. ആഹാ, എന്നാ ഞാൻ എന്റെ അമ്മ അടുത്ത് പോവാ. അതിന് ഒറ്റപ്പാലത്തേക്ക് ഇപ്പൊ ബസ്സില്ലല്ലോ മോളെ. അയ്യടാ, ഈ പാതിരാത്രിക്ക് തമാശക്കല്ലേ മോനെ. അപ്പോ കുറച്ച് കഴിഞ്ഞേ ഹേമേ മോളേന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ. അയ്യടാ, ഒന്ന് പോടെ. നീ പോടെ കോരങ്ങി. എന്താ മോളെ? ഞാൻ അവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കാൻ പോവാ. എന്താ നിങ്ങൾ പണങ്ങിയോ? സുനി എന്നെ ഒരു കാര്യമില്ലാതെ എപ്പോഴും വഴക്ക് പറയുന്ന വെച്ചാ. പോട്ടെ മോളെ. എന്നെ ഇപ്പൊ തല്ലുകയും ചെയ്തു. തല്ലിയോ? ആ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കണം. തല്ലാനൊന്നും ചോദിക്കണം. എന്നെ തല്ലിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. ഒരു ദിവസമെങ്കിലും അമ്മയുടെ അടുത്ത് കിടക്കാനൊരാഗ്രഹം. എനിക്കറിയാം മോളെ നീ വരുമെന്ന്. നിന്റെ അമ്മയച്ഛനും നിന്നെ സ്വീകരിച്ചില്ലേ? ഇനി മേലാ നീ ഇങ്ങനെ പിണങ്ങിയ നിന്നെ ഞാൻ. നീ എന്നെ മോളെ തല്ലിയോടാ? എന്നിട്ട് അവള് പറഞ്ഞില്ല തല്ലിയെന്ന്? സത്യമായിട്ട് ഞാൻ അവളെ തല്ലിട്ടൊന്നുമല്ലോ. അവള് കള്ളം പറഞ്ഞ. കള്ളം പറഞ്ഞാണേ? അതെ. എന്നാ കിടന്നു.
അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇന്ന് ഇവിടെ കിടക്കാം. പോയ കാര്യം എന്തായി? വല്ല വിവരം കിട്ടിയോ? സിന്ധുവിന്റെ വീട്ടിലും അന്വേഷിച്ചു, അവിടെയും ചെന്നിട്ടില്ല. ഇനി എവിടെ അന്വേഷിക്കാനാ? എനിക്കറിയാം. എന്താ ഇവിടെ? എന്ത് പറ്റി? ആകെ നാണക്കേടായി. എന്താ കാര്യം? പുഷ്പത്തിനെ കാണാനില്ല. സുബ്രഹ്മണ്യം എന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. വൈകുന്നേരമായിട്ടും കാണാതായപ്പോ ക്ലാസ് അന്വേഷിച്ചു വന്നു, അവിടെ വന്നിട്ടില്ല. ஐயோ, இந்த தோமியாச பசங்க அந்த ஆத்துக்கு வரும்போதே நான் சொன்னேன், அவகிட்ட பேசாதடா பேசாத, அங்க போகாதடி போகாதடி சொன்னேன், கேட்கலையே. ஐயோ எங்கடா சேர்ந்தேனா எங்க பார்த்தேனா என்னடா மரம் அம்மா உள்ள போமா. അമ്മ ആകെ അപ്സെറ്റാ. ഒരു കത്ത് എഴുതി വെച്ചിട്ടാ പോയത്. കത്തോ? ഏതോ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അമ്മ പോമ്മ. അമ്മ കൂട്ടിട്ട് പോങ്ക. അമ്മയ്ക്ക് അമ്മയുടെ സമാധാനത്തിന് നിങ്ങളെ കുറ്റം പറയുന്നത്. നിങ്ങൾ പൊക്കോ. അച്ഛനെവിടെ പോയതാ? ഒന്നും പേരെ കാണാനുണ്ടായിരുന്നു. അവിടെ എന്താ പാർട്ടിക്ക് പേളയോ? പുഷ്പത്തെ കാണാനില്ലെന്ന്. അത്രേ ഉള്ളോ? ആരെയും കല്യാണം കഴിക്കാൻ പോണെന്ന് കത്ത് എഴുതി വെച്ചിട്ടാ പോയത്. അത് പേരെ എഴുതിയിട്ടുണ്ടോ? അറിയില്ല. എന്തിനാ? അല്ല, നീ എന്റെ പേരെങ്ങാനുണ്ടോന്ന് അറിയണ? അച്ഛന്റെ പേരെന്തിനാ എഴുതുന്നേ? അതോ പറയാം. പുഷ്പയുടെ കല്യാണം കഴിഞ്ഞു. നല്ല യോഗ്യനായ പയ്യൻ. അച്ഛനെങ്ങനെ അറിയാം? ഞാനല്ലേ സാക്ഷി ഒപ്പിട്ടെ. സാക്ഷി ഒപ്പിടേ? അച്ഛനോ? ആ, രജിസ്റ്റർ ഓഫീസില്. എന്തിന്? അവരുടെ സ്ഥിതി കേട്ടപ്പോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഇടപെടും. ആ വീട്ടുകാരുടെ സ്ഥിതി അറിയൂ? അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇടപെട്ടത്. പ്രകാശ് നല്ലവനാ. അച്ഛൻ പറയണത് കേട്ടാത്തൊന്നും കുട്ടിക്കാലം മുതൽ അവന് പരിചയമുണ്ടെന്ന്. ഒരാളെ മനസ്സിലാക്കാൻ അധികാലത്തെ പരിചയമൊന്നും വേണ്ട. വേണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ വന്ന ദിവസം മുതൽ ആരാന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടണേ. വന്ന അന്ന് ഹരിഹരനും സ്വാമിചാട്ടനുമായി ഉടക്കി അച്ഛൻ. അത് കഴിഞ്ഞ് ഫെർണാണ്ടോ സാറിനോട്, പിന്നെ ഓഫീസിൽ. അവനവന്റെ കാര്യം നോക്കി ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ? എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇവിടെ? അല്ലെങ്കിൽ തന്നെ അവർ ഞങ്ങളെ കുറ്റം പറയണത്. അതിന്റെ അടല ഇപ്പൊ ഇത്. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന നീ പറയണേ? ഒരു തെറ്റും ചെയ്തില്ല അല്ലേ? ആ വീട്ടുകാരുടെ മുഖത്ത് കരി വരുത്തിയിട്ടില്ല ഇപ്പൊ. മോനെ മോളെന്ന് വിളിച്ച ഒക്കെ ആയല്ലോ, പിന്നെ എന്ത് ചെയ്യാന്നോ? ആരുടെ ഔദാര്യത്തിന് വന്നിട്ടില്ല ഞങ്ങള്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് അനാഥയുടെ അച്ഛനും അമ്മയായി എന്നത്. അതിന് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അനുഭവിക്കണോ? എന്താ ഇത്ര ദേഷ്യം? വലിയ തറവാട്ടിലെയാണെന്നും പറഞ്ഞ് സ്വാമിനാഥനെ വിശ്വസിപ്പിച്ചിട്ട് അയാൾ നിങ്ങളുടെ കല്യാണം നടത്തി തന്നപ്പോ ഈ ദേഷ്യം കണ്ടില്ലല്ലോ. അച്ഛനോ? എന്തിനാണ് വിളിക്കുന്നത്? ആരോരും ഇല്ലാതെ വൃദ്ധസേനത്തിൽ കഴിഞ്ഞവരാ ഞങ്ങള്. അവിടുന്ന് ദയ തോന്നി വിളിച്ചോണ്ട് വന്നാണെന്ന് കരുതി എനിക്കും എന്റെ ഭാര്യയ്ക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലെന്ന് വിചാരിക്കരുത്. ഒന്ന് നിർത്തൂ. നിർത്തില്ല. വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നാ ഞങ്ങളെ അഭിനയിക്കാൻ. എങ്കിൽ ഇന്ന് മുതൽ നിർത്തിയിരിക്കുന്നു. വിളിച്ചു കൂട്ടെല്ലാരെയും. എന്നിട്ട് പറ ആ പുഷ്പയുടെ കല്യാണം നടത്തി കൊടുത്ത ഞാനാണെന്ന്, ഞങ്ങളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ശിക്ഷയാണെന്നും. സാരല്ല, ഇപ്പൊ ഒക്കെ മാറി. നിങ്ങളെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആകെ പേടിച്ചു. സുനിങ്ങിന് ദേഷ്യപ്പെട്ടുണ്ടാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞോ? അപ്പോഴത്തെ വിഷമത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? തലയുറ്റി വീട്ടില് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ഇല്ലാത്തപ്പോഴെങ്ങാനും. ഇപ്പൊ എല്ലാം നോർമലാണ്. പക്ഷെ സൂക്ഷിക്കണം. എന്തെങ്കിലും സിംറ്റംസ് കണ്ടാൽ എന്നെ അറിയിക്കുക. ഇന്ന് തന്നെ വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒക്കെ ഉള്ളിൽ ഒതുക്കി വെക്കണ സ്വഭാവം അച്ഛന്റെ. അദ്ദേഹം സഹിച്ച വേദനയ്ക്ക് കണക്കില്ല. ഈശ്വരൻ ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ എഴുതിയത്. ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു മകൻ. അതുകൊണ്ട് തന്നെ അവന്റെ ഒരാഗ്രഹത്തിന് ഞങ്ങൾ തടസ്സം നിന്നില്ല. എല്ലാ പ്രതീക്ഷയും അവനിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞു വന്നത് കൂടെ പഠിച്ച പെണ്ണിനെയും കൊണ്ടാണ്. അത് ഞങ്ങൾ സഹിച്ചു. പക്ഷേ പിന്നീടാണ് അവന്റെ മാറ്റങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത്. ജയ, മതി കുടിച്ചത്. ഇതെല്ലാം കൂടെ വലിച്ചേറ്റിട്ട് ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കണം. അച്ഛനോട് ഇന്ന് തന്നെ എന്താ തീരുമാനം ചോദിക്കേ? കിഴവന്റെ തീരുമാനം നീ കേട്ടതല്ലേ?
ഇത് വിറ്റിട്ട് എങ്ങോട്ടും വരുന്ന പ്രശ്നമില്ലെന്ന്. എനിക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞെന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ കടക്കാരൊക്കെ വരുമ്പോ ഇനി ആരാ സമാധാനം പറയാ? ഡൽഹിയിലെ ഫ്ലാറ്റിന് അടുത്ത ആഴ്ചയെങ്കിലും അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ അതും പോവും, പറഞ്ഞേക്കാം. ഈശ്വരാ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാ അതും നടക്കത്തില്ല. പിന്നെ എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഈ വീടും സ്ഥലവും വിൽക്കാൻ തയ്യാറാണോ ഇല്ലയോ? തയ്യാറല്ലെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങൾക്ക് പോയാൽ പറ്റൂ. അയ്യോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? ഓരോന്ന് വിറ്റ് കുടിച്ചപ്പോ ഓർക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. വിറ്റതും കുടിച്ചതൊക്കെ എന്റെ ആവശ്യത്തിനാ. അമ്മയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, എല്ലാരും കൂടി ആത്മഹത്യ